ഫോക്സ്റ്റെയിൽ മില്ലറ്റ് അഥവാ തിന വെച്ചിട്ട് നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു ദോശയാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. ലൈഫ് സ്റ്റൈൽ ഡിസീസൊക്കെ ഉള്ളവർക്ക് ഇതുപോലൊരു ദോശ ഉണ്ടാക്കി കഴിച്ചാൽ മതി. ഷുഗർ, BP, കൊളസ്ട്രോൾ ഇതുപോലെയുള്ള ലൈഫ് സ്റ്റൈൽ ഡിസീസൊക്കെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് ഇതുപോലുള്ള മില്ലറ്റ്സ് ഒക്കെ കഴിക്കുന്നത് വളരെ നല്ലതാണ്. അപ്പോൾ ഇത് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നമുക്ക് നോക്കാം. ഇതുപോലെ നമ്മൾ ചെയ്തെടുത്തു കഴിഞ്ഞാൽ ഈ ഒരു ദോശക്ക് കറീൻ്റെ ആവശ്യം പോലും ഇല്ല. നമ്മൾ അത്രയും ടേസ്റ്റി ആയിട്ടാണ് കേട്ടോ തയ്യാറാക്കുന്നത്. ഇതിൽ ചേർക്കുന്ന ചേരുവകൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ നമ്മൾ ഹെൽത്തി ആയിട്ടുള്ള ദോശ തയ്യാറാക്കാൻ വേണ്ടിയിട്ട് നമ്മളൊരു 3/4 കപ്പ് ഫോക്സ്റ്റെയിൽ മില്ലറ്റ് എടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്കിത് സൂപ്പർ മാർക്കറ്റിലൊക്കെ വാങ്ങിക്കാൻ കിട്ടും. പലതരത്തിലെ മില്ലറ്റ്സ് ഉണ്ട് കേട്ടോ. നമ്മൾ റാഗി, ഇതുപോലെ ഫോക്സ്റ്റെയിൽ മില്ലറ്റ്, ബാർനാഡ് മില്ലറ്റ്, അതുപോലെ കോഡോ മില്ലറ്റ്, അങ്ങനെ മില്ലറ്റ്സ് ഒരുപാടുണ്ട്. നിങ്ങൾക്ക് സൂപ്പർ മാർക്കറ്റിൽ പോയി കഴിഞ്ഞാൽ കാണാൻ സാധിക്കും. ഇനിയിപ്പോൾ അതുപോലെ തന്നെ ഒരു 1/4 കപ്പ് വീതം നമ്മൾ ഉഴുന്ന് പരിപ്പും അതുപോലെ തന്നെ നമ്മൾ കടലപ്പരിപ്പ് എടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ 1/4 കപ്പ് ചെറുപയർ പരിപ്പ് എടുക്കുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ പരിപ്പ് എന്നൊക്കെ പറയുന്നത് നമുക്കറിയാം ഒരുപാട് പ്രോട്ടീൻ്റെ കലവറയാണെന്നുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ മില്ലറ്റ്സും പ്രോട്ടീനും ഒക്കെ ചേർന്ന് കഴിഞ്ഞാൽ നല്ല ഹെൽത്തി ആയിരിക്കും കേട്ടോ. പിന്നെ ഇതിലേക്ക് നമ്മൾ ചേർക്കുന്നത് നമ്മുടെ ഉലുവയാണ്. മുഴുവനായിട്ടുള്ള ഉലുവ ഏകദേശം 1 ടീസ്പൂൺ എടുത്തിട്ടുണ്ട്. ഉലുവ എല്ലാവർക്കും അറിയുന്നതാണ് കൊളസ്ട്രോളും ഷുഗറൊക്കെ കുറക്കാൻ വളരെ നല്ലതാണെന്നുള്ളത്. അപ്പോൾ ഇത്രയും ചേരുവകളാണ് കേട്ടോ നമ്മളെടുത്തത്. ഇനി ഇത് നല്ലപോലെ ഒന്ന് കഴുകിയതിന് ശേഷം ഒന്ന് കുതിർത്ത് വെക്കണം. അപ്പോൾ ഈ ഒരു മില്ലറ്റ്സൊക്കെ നമ്മൾ ദോശയോ പുട്ടോ ഒക്കെ ഉണ്ടാക്കുന്ന സമയത്ത് നല്ലപോലെ ഒരു 5-6 പ്രാവശ്യം കഴുകി എടുത്തിട്ട് വേണം കേട്ടോ കുതിർത്ത് വെക്കാൻ. അപ്പോൾ ഇത് നല്ലപോലെ ഒന്ന് കഴുകിയെടുക്കുന്നുണ്ട്. എന്നിട്ട് ഏകദേശം ഒരു 6 മണിക്കൂറോളം നമ്മളിതൊന്ന് കുതിരാൻ വേണ്ടി മാറ്റി വെക്കുന്നുണ്ട്. അപ്പോൾ നല്ല വെള്ളം ഒഴിച്ചിട്ടാണ് കുതിരാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കുന്നത്. ഈ ഒരു വെള്ളത്തിൽ തന്നെ വേണമെങ്കിൽ നിങ്ങൾക്ക് അരച്ചെടുക്കാം, അല്ലെങ്കിൽ ഒരു പ്രാവശ്യം കൂടിയും കഴുകിയിട്ട് പിന്നെ വേറെ വെള്ളത്തിൽ അരച്ചെടുത്താൽ മതി. അപ്പോൾ ഇത് ഏകദേശം ഒരു 6-7 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. ഞാനിത് രാത്രിയിലാണ് കേട്ടോ ദോശ ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് തന്നെ രാവിലെയാണ് ഞാനിത് കുതിർത്ത് വെച്ചത്. ഇനിയിപ്പോൾ നിങ്ങൾ രാവിലെ ദോശ ഉണ്ടാക്കുന്നതാണെങ്കിൽ തലേന്ന് രാത്രി ഒന്ന് കുതിർത്താൽ മതിയാകുമേ. ഏകദേശം ഒരു 6-7 മണിക്കൂർ കുതിർത്ത് വെച്ചാൽ തന്നെ അത്യാവശ്യം നല്ല പോലെ ഇത് കുതിർന്ന് കിട്ടും. ഇനിയിപ്പോൾ നമുക്ക് വേണമെങ്കിൽ ഒന്നുകൂടി കഴുകിയിട്ട് വെള്ളം മാറ്റിയിട്ട് വേറെ നല്ല വെള്ളത്തിൽ അരച്ചെടുക്കാം. അപ്പോൾ നമ്മളിത് ഒന്ന് കഴുകിയിട്ട് ഒന്ന് മിക്സീൻ്റെ ജാറിലേക്ക് അങ്ങ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ടേസ്റ്റ് കൂട്ടാൻ വേണ്ടി കുറച്ച് സാധനങ്ങൾ ഇതിൽ ചേർക്കുന്നുണ്ട്. ഒരു 5-6 ചെറിയ ഉള്ളി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ 1 കപ്പ് തേങ്ങ ചെരുവിയതും ചേർക്കാം. അതുപോലെ തന്നെ ചെറിയ ഉള്ളിയൊക്കെ നമ്മുടെ ഹെൽത്തിന് വളരെ നല്ലതാണ്. അത് എല്ലാവർക്കും അറിയുന്ന കാര്യമാണല്ലോ. അപ്പോൾ അതൊക്കെ ഒന്ന് ഒഴിവാക്കാണ്ട് ചേർക്കുക കേട്ടോ. ചെറുള്ളിക്ക് പകരം വെല്ലുള്ളി ആയാലും കുഴപ്പമൊന്നുമില്ലേ. ഇനിയിപ്പോൾ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടിയും ചേർക്കാം. അതുപോലെ കുറച്ച് കായത്തിൻ്റെ പൊടിയും കൂടിയും ചേർക്കുന്നുണ്ട്. അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ. അപ്പോൾ കായപ്പൊടിയൊന്നും സ്കിപ്പ് ചെയ്യണ്ട, ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചേർക്കാം കേട്ടോ. അതുപോലെ തന്നെ കറിയില്ലാണ്ട് കഴിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു ചേരുവകളൊക്കെ ചേർക്കുന്നത്. അപ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും വെറുതെ ചൂടോടെ കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മളൊരു 1/4 ടീസ്പൂൺ നല്ല ജീരകവും പിന്നെ ഒരു 3-4 വറ്റൽമുളകും ചേർക്കുന്നുണ്ട്. വറ്റൽമുളകൊക്കെ ചേർത്ത് കഴിഞ്ഞാൽ ഒരു ചെറിയൊരു എരിവ് ഉണ്ടാവും. അതുകൊണ്ടാണ് കറി വേണ്ടെന്ന് പറയുന്നത്. ആവശ്യത്തിനുള്ള വെള്ളവും ചേർത്തിട്ട് നല്ല ഫൈനായിട്ട് തന്നെ അരച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ വറ്റൽമുളകൊക്കെ ചേർത്തുകൊണ്ടാണ് കേട്ടോ ഈ ഒരു മാവിന് ഒരു ചെറിയൊരു റെഡ് കളർ ഉള്ളത്. അപ്പോൾ നമുക്കതൊരു ബൗളിലേക്ക് അങ്ങ് മാറ്റി വെക്കാം. പിന്നെ മിക്സീൻ്റെ ജാറിലേക്ക് കുറച്ച് വെള്ളം കൂടി ഒഴിച്ചിട്ട് അതും ഇതിലേക്ക് അങ്ങ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. കാരണം ഇത്രയധികം തിക്കായിട്ട് വേണ്ട നമുക്ക് മാവ്. സാധാരണ നമ്മൾ ദോശമാവൊക്കെ തയ്യാറാക്കുന്നില്ലേ, അതുപോലെ തന്നെയാണ് കേട്ടോ ചെയ്തെടുക്കേണ്ടത്. അപ്പോൾ ഇത് മിക്സിയിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അതും കൂടി ഇതിലേക്ക് അങ്ങ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എന്നാൽ ഒരുപാടെങ്കിൽ ലൂസാവരുത്, പരത്തി കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ ഇത്രയും മതിയാകും. ഏകദേശം ഒരു 1/4 ഗ്ലാസ് എടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് നല്ലപോലെ ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനിയിപ്പോൾ നിങ്ങൾ ഇത് മാവ് പൊങ്ങാൻ വെച്ചിട്ട് പിറ്റേന്നാണ് രാവിലെയാണ് ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ ഒരു 6-7 മണിക്കൂർ സാധാരണ ദോശമാവ് ഇഡ്ഡലി മാവൊക്കെ പൊങ്ങാൻ വെക്കുന്ന പോലെ വെച്ചിട്ട് നിങ്ങൾക്ക് നല്ല പൊങ്ങിയ ദോശ ഇഡ്ഡലിയൊക്കെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. പക്ഷേ ഞാനിത് ഈ ഒരു സമയത്ത് തന്നെ ഉണ്ടാക്കിയെടുക്കുന്നുണ്ട്. നല്ല ക്രിസ്പി ആയിട്ട് തന്നെ ഉണ്ടാക്കിയെടുക്കുന്നത്. അരച്ചപാടും നമുക്കിത് ദോശ ചുട്ടെടുക്കാം കേട്ടോ. അപ്പോൾ ഇതാ നമ്മൾ ദോശക്കല്ലിൽ എണ്ണ പുരട്ടിയതിന് ശേഷം നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ നല്ല അടിപൊളിയായിട്ടുള്ള ദോശ ഉണ്ടാക്കിയെടുക്കാം. കുറച്ച് നല്ല ക്രിസ്പി ആയിട്ട് വേണമെന്നുണ്ടെങ്കിൽ നല്ല ക്രിസ്പി ആയിട്ട് കുറച്ച് നല്ലോണം മുരിച്ചിട്ട് അങ്ങനെ ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ദോശക്കല്ലിൻ്റെ ചൂടൊക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യുക. ഒരുപാട് ചൂടായിട്ടുണ്ടെങ്കിൽ പച്ചവെള്ളം തെളിച്ചിട്ട് അതൊക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഇതാ ഒരു കയ്യിൽ മാവ് ഇതിലേക്ക് അങ്ങ് കോരി ഒഴിച്ചിട്ട് നല്ല നേർങ്ങനെ നമുക്കിത് പരത്തിയെടുക്കാം. അതുപോലെ നല്ല മുരിഞ്ഞ ദോശ കഴിക്കാനാണ് എനിക്ക് നല്ല ഇഷ്ടമായത് കേട്ടോ. നമ്മളിതിൽ ജീരകവും അതുപോലെ ചെറിയ ഉള്ളിയും പിന്നെ ആ ഒരു കായ്മുളകൊക്കെ ചേർത്തുകൊണ്ട് തന്നെ നല്ല ടേസ്റ്റാണ്. ഇനിയിപ്പോൾ വേണമെങ്കിൽ കുറച്ച് കറിവേപ്പിലയും ഇഞ്ചിയൊക്കെ ചേർക്കുന്നതുകൊണ്ടും കുഴപ്പമൊന്നുമില്ല, നല്ലൊരു ഫ്ലേവർ തന്നെ ഉണ്ടാകും. അപ്പോൾ നമ്മളിതാ ദോശ നല്ല നേർങ്ങനെ ഒന്ന് പരത്തിയെടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മേലെ നമുക്ക് കുറച്ച് എണ്ണ ചേർത്ത് കൊടുക്കാം. നെയ്യാണ് ചേർക്കുന്നത്. എണ്ണ എന്ന് പറഞ്ഞാൽ നെയ്യാണ് ചേർക്കുന്നത്. ഇനിയിപ്പോൾ എള്ളെണ്ണ ഉണ്ടെങ്കിൽ അത് വേണമെങ്കിൽ ചേർക്കാം കേട്ടോ. ഇനി നെയ്യൊക്കെ ചേർത്ത് കഴിഞ്ഞാൽ തന്നെ നമ്മളെ ദോശയൊക്കെ നല്ല ക്രിസ്പി ആയിട്ട് കിട്ടും. ഇനിയിപ്പോൾ ഇത് ഞാൻ ഒന്ന് വെടിച്ച് കൊടുത്തിട്ട് അപ്പുറത്തെ സൈഡും കൂടി ഒന്ന് നല്ല ക്രിസ്പി ആക്കി എടുക്കുന്നുണ്ട്. അപ്പോൾ മുതിർന്നവർക്കും അതുപോലെ തന്നെ കുട്ടികൾക്കും ഒക്കെ കൊടുക്കാൻ പറ്റുന്ന നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു ദോശേൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ ഇത് 2 ഭാഗവും ക്രിസ്പി ആക്കിയിട്ട് കഴിക്കാനാണ് നല്ല ടേസ്റ്റ് ഉള്ളത്. അതുപോലെ തന്നെ നമുക്കിതിന് കറി വേണമെങ്കിൽ കറിയും ഉണ്ടാക്കാം കേട്ടോ. നമ്മൾ ദോശേൻ്റെ ഇഡ്ഡലിൻ്റെ ഒക്കെ കൂടെ കഴിക്കുന്ന എന്ത് കറി വേണമെങ്കിലും നമുക്കിതിന് ഉണ്ടാക്കാം.
അതുപോലെ തന്നെ ഈ ഷുഗറും കൊളസ്ട്രോളൊക്കെ ഉള്ളവർക്ക് മാത്രമല്ല, നമ്മൾ ഈ അമിതവണ്ണമൊക്കെ കൊണ്ട് ബുദ്ധിമുട്ടുന്നവർക്ക് ചോറും അതുപോലെ ഗോതമ്പൊക്കെ ഒഴിവാക്കിയിട്ട് കഴിക്കാൻ പറ്റുന്ന നല്ലൊരു മില്ലറ്റ്സ് റെസിപ്പിയാണ്. അതുപോലെ ഡയറ്റ് എടുക്കുന്നവർക്കൊക്കെ വളരെ നല്ലതാണ് ഇതുപോലുള്ള 1-2 ദോശ രാവിലെയോ അല്ലെങ്കിൽ ഡിന്നറിനോ ഒക്കെ കഴിക്കുന്നത്. അപ്പോൾ ഈ മില്ലറ്റ്സൊക്കെ ഇന്ന് എല്ലാ സൂപ്പർ മാർക്കറ്റിലും കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ സൂപ്പർ മാർക്കറ്റിൽ കാണുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ഓൺലൈനിൽ ഓർഡർ ചെയ്യാം. അപ്പോൾ നല്ല ഹെൽത്തിയും അതുപോലെ ടേസ്റ്റി ആയിട്ടുള്ള ഈ ഒരു ദോശേൻ്റെ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായാൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. അതുപോലെ തന്നെ ഈ ഒരു ദോശ ഉണ്ടാക്കി നോക്കുകയും ചെയ്യാം. ഈ ദോശ മാത്രമല്ല നമുക്ക് ഇത് വെച്ചിട്ട് ഇഡ്ഡലിയൊക്കെ ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ഇനി നമുക്ക് വീണ്ടും നല്ലൊരു റെസിപ്പി ആയിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്